സിനിമ കണ്ടിട്ട് ഇപ്പോൾ ഇറങ്ങി വരുന്ന വഴി കേട്ടോ. ഈ പടം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പടമാണ്, നിങ്ങൾ കാണണം. പക്ഷേ ഇത് കണ്ടാൽ പേടിക്കണമെന്നില്ല കേട്ടോ. എന്ന് പറയുന്നവരോട് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമുണ്ട്. ആ സ്ക്രീനിൽ കാണിച്ച ചാത്തൻ്റെ മുഖത്തിൻ്റെ മേക്കപ്പ് എന്ന് പറയാൻ ചോദിച്ചാൽ പറയാൻ കാണത്തില്ല. കാര്യം ഇതിൽ പേടിക്കുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാർ പലരും ആ സ്ക്രീനിൽ നോക്കിയിട്ടില്ല. ചില ശബ്ദങ്ങൾ അവർ ചെയ്തു പൊത്തിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്തു പൊത്താതെയും ഫുൾ ടൈം സ്ക്രീനിൽ നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ പേടി തോന്നും, ഒരു സംശയം വേണ്ട. ഇതിൻ്റെ സിനിമാ ഡയറക്ടറും അണിയർ പ്രവർത്തകരും അതിമനോഹരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മമ്മൂട്ടി, പിന്നെ നമ്മുടെ മണികണ്ഠൻ, സിദ്ധാർത്ഥ്, നമ്മുടെ അർജുൻ അശോകൻ, യക്ഷിയായിട്ട് വന്ന ആ ഹീറോയിൻ, പിന്നെ ചാത്തനായിട്ട് അഭിനയിച്ച ആൾ അടിപൊളിയാണ്. പിന്നെ ഇത് അർജുൻ അശോകൻ്റെയും സിദ്ധാർത്ഥിൻ്റെയും സിനിമാ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരു നാഴികക്കല്ലായിട്ട് ഇത് മാറും. രണ്ടുപേരും അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ. ഈ പടം എല്ലാവരും കാണേണ്ട ആവശ്യമുണ്ട്. കാര്യം നമ്മൾ കണ്ടു മറന്ന ഒരു പ്രത്യേകതയൊന്നുമല്ല കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് അകപ്പെട്ട് പോകുമ്പം അവിടെ കാണുന്ന ചില ആൾക്കാരുടെ ഭാവമാറ്റങ്ങളും അവിടെ കേൾക്കുന്ന ചില ശബ്ദങ്ങളും നമ്മൾ ഉണ്ടാക്കുന്ന ഭീതി, അതാണ് ഇതിൻ്റെ മെയിൻ കേട്ടോ. ഇതൊരു സർവൈവൽ മൂവിയായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. അതായത് ഒരു ഹൊറർ ടൈപ്പ് സർവൈവൽ മൂവി എന്നാണ് പറയുന്നതിന്. പിന്നെ നിങ്ങൾ ഈ സിനിമ ലാസ്റ്റിൽ ഒരു 360 ഡിഗ്രിയിൽ ഒരു സംഭവം കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളും ആ ബിൽഡിങ്ങിനകത്ത് കറങ്ങുന്ന പോലെയും നമ്മളിപ്പോൾ തിയേറ്റർ നമ്മളെ ഇങ്ങനെ അമുക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് തോന്നും. പക്ഷേ എന്നിരുന്നാലും നിങ്ങളെല്ലാവരും ഈ പടം കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയുക. ഇതിലുള്ള എല്ലാവരും ഒന്നിനൊന്ന് മെച്ചോട്ടെ, എല്ലാവരും നല്ലപോലെ ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചുരുക്കം പറഞ്ഞാൽ ഈ 2-3 പേരെ വെച്ച് 2.5 മണിക്കൂർ സിനിമ എങ്ങനെ എടുത്തു എന്ന് ആ സംവിധായകനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഒത്തിരി എന്താ പറയുന്നത്, അപ്പോൾ നിങ്ങൾ പറഞ്ഞറിയാൻ നന്ദിയുണ്ട് കേട്ടോ. കാര്യം അടിപൊളി പടം കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടിട്ട് ബാക്കി പറ. പിന്നെ പേടിക്കാത്തവരൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഫുൾ ടൈം ആ സ്ക്രീനിൽ നോക്കിയിരിക്കുക, ചെവി പൊത്താതിരിക്കുക, എന്നിട്ട് പറയുക പേടിച്ചു ഇല്ലയോ എന്ന്. അപ്പം എല്ലാവർക്കും നമസ്കാരം.